നമസ്കാരം, ഞാൻ ഡോക്ടർ സോജൻ ജോർജ്, തൃശ്ശൂർ അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഗാസ്ട്രോൻട്രോളജിസ്റ്റാണ്. ഒരു ഗാസ്ട്രോൻട്രോളജിസ്റ്റ് എന്ന നിലയ്ക്ക് ഞാൻ സ്ഥിരമായി കേൾക്കുന്ന ഒരു ചോദ്യമാണ് കാപ്പി കുടിക്കുന്നത് കരളാരോഗ്യത്തിന് നല്ലതാണോ എന്നുള്ളത്. എന്താണ് ഇതിൻ്റെ വസ്തുത എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. കഫിയ അറേബിക്ക അല്ലെങ്കിൽ കഫിയ റബസ്റ്റ എന്നുള്ള രണ്ട് ചെടികളിൽ നിന്ന് ലഭിക്കുന്ന കുരുകളെ ഉണക്കി വറുത്ത് പൊടിച്ചെടുക്കുന്ന ആ പൊടിയെയാണ് നമ്മൾ കാപ്പിപ്പൊടി എന്ന് പറയുന്നത്. സാധാരണയായി നമുക്ക് ലഭിക്കുന്നത് കഫിയ അറേബിക്ക എന്ന ചെടികളിൽ നിന്ന് ലഭിക്കുന്ന കാപ്പിപ്പൊടിയും കുറച്ചുകൂടി കയ്പുള്ള ഇൻസ്റ്റൻറ്റ് കോഫികളിൽ നമുക്ക് ലഭിക്കുന്നത് റോബസ്റ്റ വിഭാഗത്തിൽപ്പെട്ട കാപ്പിപ്പൊടിയുമാണ്. ഇത്തരത്തിൽ നമുക്ക് ലഭിക്കുന്ന കാപ്പിപ്പൊടികൾ ആ ലഭിക്കുന്ന ചെടിയുടെ വ്യത്യാസം അനുസരിച്ചും അതേപോലെ തന്നെ അത് വറുത്തെടുക്കുന്ന രീതിയുടെ വ്യത്യാസമനുസരിച്ചും പല രുചികൾ നമുക്ക് ലഭിക്കുന്നു. ഇങ്ങനെ കിട്ടുന്ന കാപ്പിപ്പൊടികളിൽ ഏകദേശം 2000-ഓളം രാസപദാർത്ഥങ്ങൾ ഉണ്ട് എന്ന് കാണുന്നു. വർഷങ്ങളായി മൃഗങ്ങളിൽ, പ്രത്യേകിച്ചും എലികളിൽ നടത്തിയ പഠനങ്ങളിൽ കാപ്പിപ്പൊടി കരളിൻ്റെ ആരോഗ്യത്തിന്, പ്രത്യേകിച്ചും കരളിൽ കൊഴുപ്പടിഞ്ഞു കൂടിയുണ്ടാകുന്ന ഫാറ്റി ലിവർ, വടുകൾ അല്ലെങ്കിൽ ഫൈബ്രോസിസ് മൂലമുണ്ടാകുന്ന സിറോസിസ്, കരളിലുണ്ടാകുന്ന ക്യാൻസർ തുടങ്ങിയ രോഗങ്ങളിൽ നിന്നെല്ലാം സംരക്ഷണം നൽകുന്നതായി കണ്ടുപോരുന്നു. വർഷങ്ങളായി അനേക ലക്ഷം മനുഷ്യരിൽ നടത്തിയ പഠനങ്ങളിലും ഇത് ശരിയാണെന്ന് കാണിക്കുന്നു. കരൾ ചുരുക്കവും ലിവർ ക്യാൻസറും തടയുന്നതിൽ സ്ഥിരമായി കാപ്പി കുടിക്കുന്നവർക്ക് ഏകദേശം 40% സംരക്ഷണം കിട്ടുന്നു എന്ന് വിവിധ നിരീക്ഷണ പഠനങ്ങളിൽ തെളിഞ്ഞിട്ടുണ്ട്. തന്നെയുമല്ല, മദ്യപാനം അല്ലെങ്കിൽ അതുപോലെ കരളിന് ദോഷമുണ്ടാക്കുന്ന മറ്റു പല വിഷാംശങ്ങളിൽ നിന്നും കാപ്പി കുടിക്കുന്നത് വഴി നമുക്ക് സംരക്ഷണം കിട്ടുന്നു. എന്താണ് ഇതിൻ്റെ കാരണം? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കാപ്പിയിൽ 2000-ഓളം രാസപദാർത്ഥങ്ങളുണ്ട്. ഇതിൽ ക്ലോറോജനിക് ആസിഡ്, കവിയാൾ, കഫെസ്റ്റോൾ, കഫീൻ തുടങ്ങി പലതും വളരെ ശക്തമായ ആൻറ്റി ഓക്സിഡൻറ്റുകളാണ്. നമ്മുടെ കരളിന് പരുക്കുണ്ടാകുമ്പോൾ കരളിലെ കോശങ്ങൾക്കകത്ത് ഫ്രീ റാഡിക്കൽസ് അടിഞ്ഞുകൂടുന്നു. ഇത്തരത്തിലുള്ള ഫ്രീ റാഡിക്കൽസിനെ ഉന്മൂലനം ചെയ്യുന്നതിന് സഹായിക്കുന്നതാണ് ആൻറ്റി ഓക്സിഡൻസ്. അങ്ങനെ ആൻറ്റി ഓക്സിഡൻസ് ധാരാളം ഉള്ളതുകൊണ്ടാണ് നമുക്ക് കാപ്പി കുടിക്കുമ്പോൾ കരളിന് സംരക്ഷണം കിട്ടുന്നത്. അടുത്തതായി സ്ഥിരമായി കേൾക്കുന്ന ഒരു ചോദ്യമാണ് എത്ര കാപ്പി കുടിക്കണം എന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മനുഷ്യരിൽ നടക്കുന്ന നിരീക്ഷണ പഠനങ്ങളിൽ കണ്ടിട്ടുള്ളത് ഏകദേശം 3-4 കാപ്പി കുടിക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും അധികം ഗുണം ലഭിക്കുന്നത് എന്നുള്ളതാണ്. എന്നാൽ കാപ്പി നല്ലതാണെന്ന് പറയുമ്പോൾ തന്നെ വളരെ അമിതമായി കാപ്പി കുടിക്കുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ ചെറിയ ഭവിഷ്യത്തുകളെക്കുറിച്ചും പറയാതിരിക്കാൻ വയ്യ. പ്രത്യേകിച്ച് അതിൽ അടങ്ങിയിരിക്കുന്ന കഫീൻ ഒരു സൈക്കോസ്റ്റിമുലൻ്റ് ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ അമിതമായ രീതിയിൽ ഉപയോഗിച്ചാൽ ഒരു പക്ഷേ ഉന്മത്താവസ്ഥയിലേക്കും അഡിക്ഷനും അത് കാരണമായേക്കാം. തന്നെയുമല്ല, ആദ്യകാലങ്ങളിൽ നടത്തിയ പഠനങ്ങളിൽ കാപ്പി ധാരാളമായി കുടിക്കുമ്പോൾ ശരീരത്തിലെ കൊളസ്ട്രോളിൻ്റെ അളവ് കൂടുന്നതായും കണ്ടിട്ടുണ്ട്. എന്നാൽ ഫിൽട്ടർ കോഫിയുടെ ഉപയോഗത്തോടെ നമുക്ക് ഇത് ഒരു പരിധിവരെ കുറയ്ക്കാനായി സാധിക്കും. പക്ഷേ സാധാരണ കാപ്പിയിൽ നമ്മൾ പാലോ പാൽപ്പൊടിയോ പഞ്ചസാരയോ ചേർക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന ആ പദാർത്ഥങ്ങളുടെ ആൻറ്റി ഓക്സിഡൻസിൻ്റെ ആഗിരണം കുറയുവാനോ അല്ലെങ്കിൽ തടസ്സപ്പെടുവാനോ കാരണമായേക്കാം. അതുകൊണ്ട് ഓരോ ദിവസവും 3-4 കട്ടൻ കാപ്പി കുടിക്കുന്നതായിരിക്കും കരളിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും ഉത്തമം. ചുരുക്കി പറഞ്ഞാൽ, ഇന്ന് നിലവിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള നിരീക്ഷണ പഠനങ്ങളുടെ വെളിച്ചത്തിൽ നമുക്കൊരു കാര്യം പറയാം: കട്ടൻ കാപ്പി കുടിക്കൂ, കരളിൻ്റെ ആരോഗ്യത്തെ സംരക്ഷിക്കൂ. നന്ദി.